നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവ് സൗദി അറേബ്യൻ ലീഗിന്റെ തലവര തന്നെ മാറ്റി മറിക്കുകയായിരുന്നു. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ വരുമ്പോൾ അവിടെ പ്രശസ്തരായ താരങ്ങൾ ഒന്നുമില്ല. പക്ഷേ റൊണാൾഡോ വന്നതിന് ശേഷം ഒരുപാട് മികച്ച താരങ്ങൾ സൗദി അറേബ്യൻ ലീഗിലേക്ക് എത്തി എന്നുള്ളതാണ് നിലവിൽ ഫുട്ബോൾ ആരാധകർ വലിയ രൂപത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ലീഗ് കൂടിയാണ് സൗദി അറേബ്യൻ ലീഗ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോഴും നടത്തുന്നത്. അദ്ദേഹം സൗദിയിൽ സന്തോഷവാനാണ്. പക്ഷെ ഇക്കാര്യത്തിൽ മുൻ അൽ ഇത്തിഹാദ് താരമായിരുന്ന തിയോ ബുക്കർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യ വിട്ടാൽ സൗദി പഴയ പോലെ വീണ്ടും ആകുമോ എന്നുള്ള ഒരു ഭയം തനിക്കുണ്ട് എന്നാണ് മുൻ ഇത്തിഹാദ് താരം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഭാവിയിൽ ഇനിയും സൗദി അറേബ്യൻ ലീഗിനെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കും. പക്ഷെ ഒരു ഭയം എന്നെ ഇവിടെ അലട്ടുന്നുണ്ട്. അതായത്, ക്രിസ്ത്യാനോ റൊണാൾഡോ പോയി കഴിഞ്ഞാൽ വീണ്ടും സൗദി അറേബ്യൻ ലീഗ് പഴയ പടിയാകുമോ എന്നാണ് എൻ്റെ ഭയം. എല്ലാ ക്ലബ്ബുകൾക്കും താരങ്ങൾക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും പഠിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതാണ് മുൻ ഇത്തിഹാദ് താരം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മാസം 39 വയസ്സ് പിന്നിട്ടുവെങ്കിലും റൊണാൾഡോ ഇപ്പോഴും മാസ്മരിക പ്രകടനം തുടരുകയാണ്. സൗദി അറേബ്യൻ ലീഗിൽ മാത്രമായി 30-ൽ പരം ഗോൾ പങ്കാളിത്തങ്ങൾ റൊണാൾഡോ വഹിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുള്ള താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.